ടി സിദ്ദിഖ് MLA കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഹലോ ഹലോ കേൾക്കാം. ശ്രീ സിദ്ദിഖ് MLA, താങ്കൾ കേൾക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിലെ അവിടുത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? താങ്കൾ സേഫ് ആണോ ഇപ്പോൾ? വിശദാംശം. കേരള അസംബ്ലിയുടെ അഷ്വറൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ KPA മജീദ് സാഹിബും M മുകേഷ്, അതുപോലെ ആൻസലൻ MLA, ഞാനും ഉൾപ്പെടെയുള്ള MLA-മാരും, അസംബ്ലിയുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ജ്യോതി മാഡം ഉൾപ്പെടെയുള്ള ഒഫീഷ്യൽസും എല്ലാവരും കൂടി ഒഫീഷ്യലായിട്ടുള്ള ഡെലിഗേഷനാണ് കാശ്മീരിലെ കമ്മിറ്റിയായിട്ട്, ലെജിസ്ലേറ്റീവ് കമ്മിറ്റിയായിട്ടുള്ള ഡിസ്കഷൻസിനും കാര്യത്തിനും വേണ്ടി ഒഫീഷ്യലായിട്ട് വന്നിട്ടുള്ളതാണ്. ഇവിടെയും പഞ്ചാബ്, 2 സ്റ്റേറ്റിലെ സിസ്റ്റർ കമ്മിറ്റി ആയിട്ടുള്ള ഡിസ്കഷൻസ് ആണ് ഞങ്ങളുടെ ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് അറൗണ്ട് ഞങ്ങൾ എത്തുന്നത്. എത്തിയ ഉടനെ തന്നെ ഈ വാർത്തയാണ് ഞങ്ങൾ കേട്ടത്. ഈ വാർത്ത വളരെയധികം ഞെട്ടിക്കുന്നതും വേദന ഉണ്ടാക്കുന്നതുമാണ്. ഞങ്ങൾ അത് കഴിഞ്ഞ് 1-2 സ്ഥലങ്ങളിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ യാത്ര ഒരു കാരണവശാലും സേഫ് അല്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ഹൈ സെക്യൂരിറ്റിയിൽ ഞങ്ങളിപ്പോ തന്നെ താമസ സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുക. ഈ 12 കിലോമീറ്റർ, യഥാർത്ഥത്തിൽ പഹൽഗാമിൽ നിന്ന് 12 കിലോമീറ്റർ മുകൾ ഭാഗത്ത് മല മേലെയുള്ളതായിരിക്കുന്ന ഹിൽ ഏരിയയിലേക്ക് നടന്നുപോയി ആ ഹിൽ ഏരിയന്റെ മേലെയുള്ളതായിരിക്കുന്ന ഒരു വാലിയിലാണ് സാധാരണ ആളുകൾ. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഒരു ഭാഗത്ത് തിക് ഫോറസ്റ്റ് ആണ്. അവിടെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ഹൃദയഭേദകമായിട്ടുള്ള ഈ സംഭവം. കാശ്മീരിലെ സ്ഥിതിഗതികൾ സാധാരണഗതിയിലാണ്. പക്ഷെ സുരക്ഷാ സേനയുടെ ശക്തമായിട്ടുള്ള സാന്നിധ്യത്തിലാണ് ശ്രീനഗർ ഇപ്പോൾ ഉള്ളത്. സിദ്ദിഖ്, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. അവിടുത്തെ മലയാളികളുടെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് എന്തെങ്കിലും വിവരം അങ്ങേക്ക് ലഭിക്കുന്നുണ്ടോ? ആ തരത്തിൽ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പ്രോട്ടോകോൾ ഓഫീസറോടും കൂടെ ഉണ്ടായിരുന്ന ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് ഓഫീഷ്യൽസും അതുപോലെ ഫോഴ്സസിന്റെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ചു. അവരെല്ലാം പറഞ്ഞത് മലയാളികളുടെ ഉൾപ്പെട്ടതായിരിക്കുന്ന ഒരു വിവരം ഇല്ല എന്നുള്ള വിവരമാണ്, അവർക്ക് ലഭിച്ചില്ല എന്നുള്ള വിവരമാണ് കിട്ടിയത്. അതിനുശേഷം ഇപ്പോ എനിക്കൊരു വേറെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ഞാനിപ്പോ കാശ്മീരിലെ MLA ആയിട്ടുള്ള ബഷീർ അഹമ്മദ് ബീറി, അദ്ദേഹം കേരളം സന്ദർശിച്ചിരുന്നു കാശ്മീരിലൊരു കമ്മിറ്റിയുടെ ഭാഗമായിട്ട്. ഞാൻ അദ്ദേഹത്തിന്റെ നമ്പർ കറക്റ്റ് ചെയ്ത് അദ്ദേഹവുമായിട്ട് ഇപ്പൊ 2 തവണ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് മരിച്ച ആളുകളും പരിക്കേറ്റവരും 2 ഹോസ്പിറ്റലുകളായിട്ട് അനന്തനാഗിലെയും പഹൽഗാമിലെയും ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആണ് അവരുള്ളത്. 6ഓളം ആളുകൾ സീരിയസ് ആണ് എന്നുള്ള വിവരവും അദ്ദേഹം തന്നു. മരണസംഖ്യ 27-നേക്കാൾ കൂടുതലാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. കൂടാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ് എല്ലാവരും ഉള്ളത്. മലയാളികൾ ആരും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു പൊതുവിവരമാണ് അദ്ദേഹവും തന്നിട്ടുള്ളത്. ഞാനിപ്പോ എനിക്ക് കിട്ടിയ മറ്റൊരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ കൺഫർമേഷന് വേണ്ടി ഞാൻ പുള്ളിയെ വീണ്ടും വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. അവിടെ വന്ന് വിവരങ്ങളൊക്കെ സംസാരിച്ച് പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം ഇപ്പോ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ആസ്ഥാനത്തേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മലയാളികൾ ആരും ഉൾപ്പെടും. ഞങ്ങൾ ശ്രീനഗറിൽ വെച്ച് തലശ്ശേരിയിലുള്ള ഒരു ടൂറിസ്റ്റ് സംഘത്തെ കണ്ടു മലയാളികൾ. അവർ പഹൽഗാമിൽ നിന്നാണ് വന്നത്. അവർ പറഞ്ഞു ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളത് അവർ പറഞ്ഞു. മലയാളികളായ ഒത്തിരി ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ 10,000-കണക്കിന് ടൂറിസ്റ്റുകളാണ് കാശ്മീരിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ വന്നതായ ഫ്ലൈറ്റിൽ തന്നെ 5ഓളം വരുന്ന മലയാളി ഡെലിഗേഷൻസ് ഉണ്ടായിരുന്നു. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന. സിദ്ദിഖ് MLA ഈ അവസരത്തിൽ പ്രതികരിച്ചതിന് സുരക്ഷിതമായി തിരിച്ചെത്തും എന്നുകൂടി പറയുന്നു. നന്ദി, അവസരത്തിൽ പ്രതികരിച്ചതിന്.